വേർഡ്പ്രസ് വെബ്സൈറ്റ് നമ്മൾ ഓൺലൈനായിട്ട് ഹോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ അത് ഹോസ്റ്റ് ചെയ്ത് കമ്പ്യൂട്ടറിൽ തന്നെ അതിൻ്റെ വർക്കൊക്കെ ചെയ്ത് അതെങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ലോക്കലി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു സെർവർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. രണ്ട് സെർവർ ആപ്ലിക്കേഷൻ ഉണ്ട്, വാമ്പ് ഉണ്ട്, XAMPP ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് XAMPP ആണ്. XAMPP നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. $64 ബിറ്റിന്റെ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ നമുക്ക് എടുക്കാം. ഡൗൺലോഡ് ആവുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേർഡ്പ്രസ് ആണല്ലോ. അപ്പോൾ വേർഡ്പ്രസും കൂടെ നമുക്ക് വേണം. അതിനായി നമുക്ക് വേർഡ്പ്രസും ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതിന് നമ്മൾ wordpress.org എന്ന വെബ്സൈറ്റിൽ പോവാം. ഇവിടുന്ന് ഗെറ്റ് വേർഡ്പ്രസ് എന്നുള്ള ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് കാണാം ഡൗൺലോഡ് വേർഡ്പ്രസ് 5.2 ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വേർഡ്പ്രസും ഡൗൺലോഡ് ആകുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുള്ളൂ. XAMPP ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് XAMPP ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. XAMPP ഡൗൺലോഡ് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. ഞാൻ വെബ്സൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് വേർഡ്പ്രസ്സിലാണ് കൂടുതൽ വെബ്സൈറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഞാൻ ചെയ്യാറുള്ളത് എൻ്റെ ലോക്കൽ കമ്പ്യൂട്ടറിൽ തന്നെ ഇതുപോലെ ഹോസ്റ്റ് ചെയ്തിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തും. അതിൽ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം അത് ഓക്കെ ആണെങ്കിൽ ആ ഫയൽ ഞാൻ എന്ത് ചെയ്യും, വേർഡ്പ്രസ്സിൻ്റെ ഓൺലൈൻ ഹോസ്റ്റിങ്ങിലേക്ക് അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് XAMPP ഇൻസ്റ്റാളേഷൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് വേണ്ടത് അപ്പാച്ച, MySQL, FTP സെർവർ, ഫയൽസില്ല, മെർക്കുറി മെയിൽ സെർവർ നമുക്ക് വേണ്ട, ടോംകാറ്റ് വേണം, PHP, Perl, PHP, Fixin, മെയിൽ, വെബിലൈസർ, ബാക്കിയെല്ലാം നമുക്ക് വേണം. നെക്സ്റ്റ് കൊടുക്കാം. ഈ ഫോൾഡറിലാണ് XAMPP ഇൻസ്റ്റാൾ ആകുന്നത്, C ഡ്രൈവിൽ. നെക്സ്റ്റ് കൊടുക്കാം. ലാംഗ്വേജ് ഇംഗ്ലീഷ് കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കാം. ഇത് അൺടിക്ക് ചെയ്യാം. വേണമെങ്കിൽ ടിക്ക് ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ അൺടിക്ക് ചെയ്തു. നെക്സ്റ്റ് കൊടുക്കാം. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാളേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വേർഡ്പ്രസ് ഒന്ന് അൺസിപ്പ് ചെയ്ത് വെക്കാം. വേർഡ്പ്രസ് ഡൗൺലോഡ് ആയിരിക്കുന്നത് സിപ്പ് ഫയൽ ആയിട്ടാണ്. ജസ്റ്റ് അൺസിപ്പ് ചെയ്യാം. വേർഡ്പ്രസ് നമുക്ക് അവിടെ അൺസിപ്പായി നിൽക്കുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം, XAMPPന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേർഡ്പ്രസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിനിഷ് പ്രസ് ചെയ്യാം. XAMPP ഇവിടെ ഓട്ടോ സ്റ്റാർട്ട് ആവുന്നുണ്ട്. XAMPPന്റെ കൺട്രോൾ പാനൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വേർഡ്പ്രസ് നമ്മൾ അൺസിപ്പ് ചെയ്ത് വെച്ചതുണ്ട്. ഇതാണ് വേർഡ്പ്രസ്. ഈ വേർഡ്പ്രസ് കോപ്പി ചെയ്യുക, ഈ ഫോൾഡർ കോപ്പി ചെയ്യുക. ദെൻ ഈ ഡ്രൈവിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന XAMPPന്റെ ഫോൾഡറിലേക്ക് വരിക. XAMPPന്റെ ഫോൾഡറിൽ നമുക്ക് HD docs എന്നുള്ള ഫോൾഡർ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യാം. നമ്മുടെ വേർഡ്പ്രസ് ഇവിടെ പേസ്റ്റ് ചെയ്യാം.
വേർഡ്പ്രസ് കോപ്പിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സാമ്പിൾ നമ്മുടെ സെർവർ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പാച്ചി സെർവറും MySQL സെർവറും സ്റ്റാർട്ട് ചെയ്യാം. രണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അലോ പ്രസ് ചെയ്യാം. നമ്മുടെ ബ്രൗസറിലേക്ക് വരിക. ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ബ്രൗസറിൽ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. XAMPPന്റെ ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട്. ലോക്കൽ ഹോസ്റ്റ് നമ്മൾ വേർഡ്പ്രസ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലോക്കൽ ഹോസ്റ്റ് /വേർഡ്പ്രസ് നമ്മളവിടെ കോപ്പി ചെയ്ത വേർഡ്പ്രസ് എന്നുള്ള ഫോൾഡറിന് നെയിം കൊടുക്കുക. എൻ്റർ പ്രസ് ചെയ്യാം. വേർഡ്പ്രസിന്റെ സെറ്റപ്പ് ഗൈഡ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലാംഗ്വേജ് ചൂസ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കാം. ഇനി നമ്മൾ വേണ്ടത് നമുക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. MySQL ഡാറ്റാബേസ് യൂസർ നെയിമാണ്, ഡാറ്റാബേസ് പാസ്വേഡ്, പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ XAMPPന്റെ കൺട്രോൾ പാനൽ എടുത്തു. ഇവിടെ നമുക്ക് ഷെല്ല് പ്രസ് ചെയ്യാം. ഷെല്ല് MySQL ഇവിടുന്ന് ലോഗിൻ ആവുന്നുണ്ടോ നോക്കട്ടെ. MySQL ലോഗിൻ ആയിട്ടുണ്ട്. MySQL -u റൂട്ട് -p എൻ്റർ കൊടുക്കുക. ദെൻ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ഒന്നും ഇല്ല ഇവിടെ. എൻ്റർ കൊടുക്കുക. ഇവിടെ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ക്രിയേറ്റ് ഡാറ്റാബേസ് ടെസ്റ്റ് എന്ന് കൊടുക്കുക. സെമിക്കോളൻ എൻ്റർ കൊടുക്കുക. ടെസ്റ്റ് എന്നുള്ള ഡാറ്റാബേസ് ഉണ്ടല്ലോ. നമുക്ക് വേറൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ വേർഡ്പ്രസ് കൊടുക്കുന്നു. വേർഡ്പ്രസ് എന്നുള്ള ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രൗസറിലേക്ക് വരിക. ഇവിടെ ലെറ്റ്സ് ഗോ പ്രസ് ചെയ്യാം. അപ്പോൾ ഡാറ്റാബേസ് നെയിം വേർഡ്പ്രസ് ആണ്. യൂസർ നെയിം എന്നുള്ളത് റൂട്ടാണ്. പാസ്വേഡ് ഇല്ല, അതുകൊണ്ട് ബ്ലാങ്ക് ആക്കി കൊടുക്കുക. ഡാറ്റാബേസ് ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് ആണ്. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. ദെൻ റൺ ദ ഇൻസ്റ്റാളേഷൻ. സൈറ്റിന് ഒരു ടൈറ്റിൽ കൊടുക്കണം. എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാം. ഞാൻ മുമ്പുണ്ടാക്കിയൊരു വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. യൂസർ നെയിം നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും കൊടുക്കാം. അഡ്മിൻ കൊടുത്തു. പാസ്വേഡും റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന പാസ്വേഡ് കൊടുക്കുക. കൺഫേം യൂസ് ഓഫ് വീക്ക് പാസ്വേഡ് ടിക്ക് ചെയ്യാം. പിന്നെ ഇമെയിൽ അഡ്രസ് കൊടുക്കണം നമ്മുടെ. ദെൻ ഇൻസ്റ്റാൾ വേർഡ്പ്രസ് ക്ലിക്ക് ചെയ്യാം. വേർഡ്പ്രസ് സൈറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ലോഗിന് പ്രസ് ചെയ്യാം. നമ്മൾ കൊടുത്തിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യാം. ഇത് വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡാണ്. നമ്മൾ സൈറ്റ് കാണുന്നുണ്ടെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് /വേർഡ്പ്രസ് എന്ന് കൊടുത്താൽ നമ്മുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും. ഇതാണിപ്പോൾ വെബ്സൈറ്റ്. ബ്ലാങ്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ആണ് ഇതിലുള്ളത്. ഇതിൻ്റെ അഡ്മിൻ പാനലിൽ കയറാനാണെങ്കിൽ വേർഡ്പ്രസ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ WP അഡ്മിൻ എന്നുള്ളതാണ് അതിൻ്റെ അഡ്മിൻ പാനലിലേക്കുള്ള URL. അതാണ് അഡ്മിൻ പാനൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം.